കടലിൽ അപകടത്തിൽ മരിച്ച പുത്തൻതുറ നിവാസികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ കൈമാറി. 4 ലക്ഷം രൂപ വീതം സർക്കാർ അനുവദിച്ചു. 8 ലക്ഷം രൂപ വീതം അനുവദിക്കേണ്ടിടത്താണ് തിരുവോണ ദിവസത്തെ ധീവരസഭയുടെ പട്ടിണി സമരം കലക്കാൻ തുക നൽകിയത്. ധീവരസഭ തിരുവോണ നാളിൽ പട്ടിണി സമരം നടത്തുമെന്ന കൈരളി ന്യൂസ് വാർത്തയെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പുത്തൻതുറ സ്വദേശികളായ രാജീവൻ, രാധാകൃഷ്ണൻ എന്നിവരുടെ മരണാനന്തര ആനുകൂല്യമായി 4 ലക്ഷം രൂപ വീതം 2 പേർക്ക് അങ്ങനെ 8 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന്റെ രേഖ കൈമാറിയത്. എന്നാൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ മരണാനന്തര ആനുകൂല്യം നൽകിയതുമില്ല. 25 ദിവസത്തിനുള്ളിൽ കാണാതായവരെയും മരിച്ചവരായി പരിഗണിച്ച് മരണാനന്തര ആനുകൂല്യം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രഖ്യാപനം. പക്ഷേ അതും പാഴ്വാക്കായി പറഞ്ഞു പറ്റിക്കലായി. തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതിന് നിലവിലുള്ള പല നിയമങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം സർക്കാർ അത് നീക്കി അതിൻ്റെ ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും പരിഹരിക്കും. ചെയ്യാൻ കഴിയാവുന്നത് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായിക്കും. തന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും സാമ്പത്തിക സഹായം എന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ലെന്ന് രേഷ്മയും സർക്കാർ വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ധീവരസഭയും ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. 26ാമത്തെ ദിവസം പ്രഖ്യാപനങ്ങളെല്ലാം എല്ലാവരും വന്നവരെല്ലാവരും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ നമുക്കൊരു സഹായം എന്നുള്ള രീതിയിൽ ആരുടെയും ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തിരച്ചിൽ ഏകദേശം നിന്ന ഒരു ഘട്ടം ആയിട്ടാണ് നമുക്കും തോന്നുന്നത്. പ്രഖ്യാപനങ്ങളെല്ലാം നടന്നതെന്നല്ലാതെ നമുക്ക് സഹായങ്ങളായിട്ടൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇവരെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ മുഖ്യമന്ത്രി വന്നവരെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടുന്ന അടിയന്തര സഹായം, ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന അടിയന്തര സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു വാഗ്ദാന ലംഘനമായിട്ടാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ ഒഴുകി നടന്ന ബോട്ടിനെയും തൊഴിലാളികളെയും രക്ഷിക്കുന്നതിൽ വീണ്ടും അനാസ. ബോട്ട് കെട്ടിവലിച്ച മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് നിയന്ത്രണം വിട്ട് മറ്റൊരു ദിശയിലേക്ക് പോയി. ഇതിനിടെ അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ട് കരയിൽ ഇടിച്ചു കയറി തകർന്നു. ഭാഗ്യം കൊണ്ട് 11 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു. 25 ദിവസം മുമ്പാണ് 10 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ കടലിൽ ബോട്ട് അപകടത്തിൽ നഷ്ടമായത്. SOP രൂപീകരിക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശനും ഫിഷറീസ് മന്ത്രിയും ഉറപ്പു നൽകിയത്. ഇവരുടെ പ്രഖ്യാപനം ജനരേഖയാണെന്നതിന്റെ തെളിവാണ് ഇന്നലത്തെ സംഭവം. നീണ്ടകര പുത്തൻതുറ സ്വദേശി ജാഗേഷിന്റെ ഉടമസ്ഥയിലുള്ള കൈരളി എന്ന ബോട്ട് യന്ത്ര തകരാറിനെ തുടർന്ന് കടലിൽ ഒഴുകി നടന്നു. സംഭവം അറിഞ്ഞ് മെറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് അപകടത്തിൽപ്പെട്ട ബോട്ടിനെ കെട്ടിവരിച്ചു കൊണ്ടുവരുമ്പോൾ മെറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് നിയന്ത്രണം വിട്ട് എങ്ങോട്ടേക്കോ പോയി. കെട്ടുപൊട്ടിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട കൈരളി എന്ന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൈരളി എന്ന ബോട്ടിലെ 11 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിലെ അനാസ്ഥ തുടരുന്നതിന്റെ സൂചനയാണ് ഒടുവിലത്തെ സംഭവമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ CATUവും ധീവരസഭയും കുറ്റപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിവില്ലെന്ന് മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.